ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ ചക്കയാണ് കേട്ടോ ഇത്. വലിയ കാര്യത്തിലുള്ള വീഡിയോ ഒക്കെ എടുത്ത് അമ്മയുടെ എല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് നമുക്കൊന്ന് ആർത്ത് നോക്കാം എന്നെല്ലാം പറഞ്ഞ് കൊടുക്കുമായിരുന്നു. നല്ല ചവണി എല്ലാം കാണുമെന്ന് വിചാരിച്ചു കേട്ടോ, ചക്കച്ചുളൊക്കെ കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ചവണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചക്കച്ചുള വളരെ കുറവായിരുന്നു. സാധാരണ നിറയെ ചക്കച്ചുള കിട്ടുന്നതാണ്. ഇതിൽ നിന്ന് എന്തായാലും അത്രത്തോളം കിട്ടിയിട്ടില്ല. അപ്പോൾ ചക്ക വെച്ച് നമുക്ക് നിറയെ വിഭവങ്ങൾ ഉണ്ടാക്കാം അല്ലേ? ചക്ക വെച്ച് ചക്ക പുഴുങ്ങിയതും തോരനും ഒക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചക്കേൻ്റെ കുരു വെച്ച് നമുക്ക് പലതും ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ തൊലിയൊക്കെ വെച്ചിട്ട് പല വിഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് അത്രയുള്ളൊരു വിഭവങ്ങളൊന്നുമല്ല ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ടാണ്. ഉരുളക്കിഴങ്ങ് കറി, അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ചക്കയുടെ എന്തായാലും എടുത്തപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. കണ്ടോ, മൊത്തം ചവണിയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ചീനിച്ചട്ടി എടുക്കുക, അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ല പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇത്രയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കൂടുതലും എല്ലായ്പ്പോഴും എല്ലാ കറികളിലും ചതച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ച് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും ഈ കൂട്ടെല്ലാം നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ആയിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അടുത്ത കാര്യത്തിലിട്ട് കിടക്കാം. കുക്കറിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് നടുക്കോടെ ഒന്ന് കീറി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല 3 വിസിൽ കേട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നടുക്കൂടെ കീറി വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ തൊലി എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് അത് ഓരോ ഉരുളക്കിഴങ്ങ് എടുത്ത് തണുത്ത വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ കൈ പൊള്ളും, ചൂടാണ്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് ആ തൊലി വളരെ പെട്ടെന്ന് ഊരി വരുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെയും തൊലി കളഞ്ഞിട്ട് എടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഉടയ്ക്കണം. ഉടയ്ക്കാമെന്ന് വെച്ചാൽ ഭയങ്കര പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കണ്ട. എല്ലാ ഉരുളക്കിഴങ്ങും അത്യാവശ്യം ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഭയങ്കര പേസ്റ്റ് രൂപത്തിലല്ലാണ്ട് ഈ ഒരു രീതിയിൽ എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് ഇടാനായിട്ട് പോകുന്നത്, അല്ലാതെ കഷ്ണമായിട്ട് എടുത്തല്ല ഇടുന്നത്. ഇങ്ങനെ ഇടുമ്പോൾ അതിനൊരു കൊഴുപ്പും ടേസ്റ്റും ഭയങ്കരമായിട്ട് കൂടും. അതിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം തക്കാളിയായിട്ട് വഴണ്ട് വന്ന് നമ്മുടെ മിക്സിയിലേക്ക് ഇതൊന്ന് നമുക്ക് തട്ടിക്കൊടുക്കാം. അതിനു മുന്നേ ഈ മിക്സിയിൽ നമുക്ക് പൊടികളിടാം. അപ്പോൾ പൊടികളാണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, അത് കഴിഞ്ഞ് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒന്ന് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ്, നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് അത്രയും വെള്ളം വീത്തി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ശേഷം കറിവേപ്പിലയോ മല്ലിയിലയോ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാം. അപ്പോഴത്തേക്ക് ആ മല്ലിയിലയുടെയോ അല്ലെങ്കിൽ കറിവേപ്പിലയുടെയോ മണം നന്നായിട്ട് അതിലൊന്ന് പിടിക്കും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കൊപ്പം, പൂരിക്കൊപ്പം ആയാലും ദോശയ്ക്കൊപ്പം ആയാലും എല്ലാത്തിനൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.